ഹലോ സാർ, ഐ എം ഓൺ ഡ്യൂട്ടി സാർ. സാർ റിപ്പോർട്ട് ചെയ്യാം സാർ. സാർ ഒരു ലോറി, അത് സ്പിരിറ്റാണ് സംശയമാണ് സാർ. ചെക്കിങ് നടക്കുക സാർ. ലോറിയുടെ പേര് അമ്പിളിക്കുട്ടൻ. ആളിനെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സാർ. ഓക്കെ സാർ, റിപ്പോർട്ട് ചെയ്യാം സാർ. സാർ ലോറിയുടെ പേര് അമ്പിളിക്കുട്ടൻ എന്നാണ്. ആളെ വിളിപ്പിക്കാൻ വേണ്ടി ആള് പോയിട്ടുണ്ട് സാർ. അത് റിപ്പോർട്ട് ചെയ്യാം. കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യാം സാർ. ഓക്കെ സാർ. എക്സസൈസ് അല്ലേ? എക്സസൈസാ? എക്സൈസ് ഓഫീസർ അതല്ലേ? ഹാൻസപ്പാ? അല്ല, ഗുഡ് മോർണിംഗ്. ഇയാൾ ആരാണ്? ഞാൻ മറ്റേ റൺവേ സിനിമയിലെ ദിലീപ്. റൺവേ സിനിമ ദിലീപ് അയാളാ? വാളിക്കോട് സാബു. വാളിക്കോട് പേരെന്തോന്ന്? ഞാൻ ഇടിച്ചക്കൂടി ശശി. നിങ്ങളെ പേരെന്തോന്ന്? എന്തായിരുന്നു ദിലീപ് അതിനകത്ത്? വാളയാർ. വാളയാർ അമ്പിളിക്കുട്ടൻ പരമശിവം. ഇയാളുടെ യഥാർത്ഥ പേരെന്ന് പറയണോ? ഞാൻ അമ്പിളിക്കുട്ടൻ. നീയാ? അല്ല, എന്റെ പേര് മുഹമ്മദ് മുസ്തഫ. ഓ, അത് പറയാൻ പാടുള്ളതാണ് എഴുതി വെച്ചേക്കുന്നത്. ഇയാളെ ലോറിയാണത്? എന്റെ ലോറിയാ. ഇതിനകത്ത് എന്താണ്? അതിനകത്ത് സ്പിരിറ്റ്. ലോകത്തിൽ ആദ്യമായിട്ട് ഒരാൾ സ്പിരിറ്റ് കടത്തിരുന്ന് എളിഞ്ഞെന്ന് പറയുന്നു. സ്പിരിറ്റ് ഇല്ലീഗലാണ്, അറിയാവോ? ഓ, പിന്നെ അത് മാത്രം ഇല്ലീഗലുള്ള. അതുകൊണ്ട് അവിടെ ലോറി ഒതുക്കിയിട്ടേക്കുന്നു. ലോറി അനധികൃതമായിട്ട് മാങ്ങ കടത്തുന്ന. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നു മാങ്ങാ ലോറി. അതുകൊണ്ട് മാങ്ങാ ലോറി. അത് മാങ്ങാ ലോറി എന്നല്ല, മാംഗ്ലൂർ എന്നാണ്. ഇയാൾ എന്തിനാണ് എന്നെ സ്പിരിറ്റ് കടത്തുന്ന കാര്യം? സാറേ, അത് പിന്നെ എനിക്ക് മറ്റേ ഇതാവണം. ഏത് ജോൺ? പോൺ. മനസ്സിലായില്ല. മറ്റേ അതോ ലോക രാജാവ് ഡോൺ. അതിനാണെങ്കിൽ വല്ല ബോംബെയിലും പോകണം, അല്ലാതെ നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ തലയിൽ ഒന്ന് കയറരുത്. അരെ, ബോംബെയിൽ ഡോൺ ആവാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. എന്നിട്ട് ചേച്ചിയുടെ കൊച്ചിന്റെ ഇരിക്കുന്ന ബലൂൺ പൊട്ടുന്നിട്ട് പേടിച്ചു പോയി. അങ്ങനെ ബോംബെ സ്വപ്നം ഉപേക്ഷിച്ചു? ഇല്ലില്ല, ഞാൻ ബോംബെ പോയി. എന്നിട്ട് അവിടെ പോയിട്ട് ഡോൺ ആയോ? അതിന്റെ കടമൊക്കെ മൊത്തത്തിൽ ലോണായി. അതിന്റെ കടം തീർക്കാനാണ് ഇങ്ങനെ നടക്കുന്നത്. ആണല്ലേ? അവിടെ ഒന്ന് തെറ്റിത്തിരിഞ്ഞ് നടന്നു? തെറ്റിത്തിരിഞ്ഞ് നടന്നില്ല. പിന്നെ ലോൺ ആവാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ പണിക്കൊക്കെ പോവായിരുന്നു. എന്ത് പണിക്ക്? പെയിന്റിങ്ങിന്റെ പണിക്ക്. പെയിന്റിംഗ് പണിക്ക്. എന്തെങ്കിലും ജോലിയെ ജീവിച്ചല്ലോ? ഇല്ല, അവിടെ സമ്മതിച്ചില്ല. അവിടുന്ന് പറഞ്ഞു വിട്ടു. കാര്യം എന്താണ്? പ്രശസ്തമായ ഒരു തെരുവിന്റെ പേരും കളറും എല്ലാം ഞാൻ മാറ്റി കളഞ്ഞു. അതേ തെരുവ്? റെഡ് സ്ട്രീറ്റ്. ഞാൻ പച്ച അടിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ അവിടെ സിനിമാടന്മാരെ കണ്ട് സാറേ. മീശയില്ലാത്തൊരു അവരെ കണ്ടു. പലർക്കും അതിനകത്ത് മീശയില്ലാത്തവരാണ്. ഇത് നല്ല വലിയ ആളാ. പേരെന്താണ്? ശാരദാക്കൈ. മനസ്സിലായില്ല. ഇങ്ങനെ കാണിക്കുന്ന ഷാരൂഖ് ഖാൻ. പുള്ളിയൊക്കെ പരിചയപ്പെട്ടു. അവിടെ പോകാൻ നോക്കൂല. പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നു ഇവിടേക്കാം. അതെ, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ നിങ്ങൾ ഉപദേശിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് ഉപദേശിക്കാൻ ആരും ഇല്ലാത്തതാണ്. എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാരെയും ഉപദേശിക്കും. ഇയാളെല്ലാരും ഉപദേശിക്കും? അതിനുള്ള ബുദ്ധിപൂരമുണ്ട്. ഞാൻ അവിടെ ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരനുണ്ടല്ലോ, എന്തോ പേര് ബോംബെയിലുള്ള സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹത്തിന് നിങ്ങൾ ഉപദേശിച്ചോ? ഞാൻ വീട്ടിൽ ചെന്നല്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞു 19 വയസ്സായാലും ഇനി ഇങ്ങനെ കളിച്ച് കിടക്കാതെ കുടുംബത്തിന് വേണ്ടി 10 പൈസ ഉണ്ടാക്കി ജീവിക്കാൻ നോക്കുന്നു. സച്ചിൻ തെണ്ടുൽക്കറിന്റെ അടുത്ത്. എന്നിട്ടോ? ആ സെക്യൂരിറ്റി ഒന്ന് ഇങ്ങനെ പൊത്തിയൊരു അടിയായിരുന്നു. 2 ദിവസം എന്റെ ഇടത്തെ ചെവി വലത്തെ സൈഡിലായിരുന്നു. അങ്ങനെ ആവുമല്ലോ. എടോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇയാൾക്ക് വീട്ടുകാരത്തൊരു സ്നേഹം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. ബോംബെയിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെ വീട്ടുകാരെ സ്നേഹിക്കും? എടാ, വീട്ടുകാരത്ത് സ്നേഹം ഇല്ലാത്തതുകൊണ്ട് താങ്കൾ ഇല്ലീഗലായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സ്പിരിറ്റ് കടത്തുന്ന വലിയ പ്രശ്നമാണ്. പിന്നെ ഈ സ്പിരിറ്റ് എന്താണെന്ന് അറിയാവോ? അറിയാം. എന്താണ്? കുടിച്ച തലയ്ക്ക് വെളിവില്ലാതാകുന്ന സാധനം. അതൊന്നും കുടിക്കാൻ പാടില്ല. ഞാൻ കുടിക്കൂല. അതൊന്നും കുടിക്കാത്ത? എനിക്ക് ജന്മന വെളിവില്ലായ്മ ഉണ്ടല്ലോ. കറക്റ്റ്. അങ്ങനെ ഒരു ബോധങ്ങളുണ്ടല്ലോ. അതായത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ ഭാര്യ ഒന്നും പോലും ചോദിക്കില്ലേ? കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ. സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാനും. എല്ലാം കൂടെ ദൈവം ഒരു കുടുംബത്തിന് കൊടുക്കുന്നില്ല, ഒരു ശാപം കൊടുക്കും. നമ്മൾ വീട്ടുകാരോട് കടപ്പാട്. ഇപ്പൊ തന്നെ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ പഠിപ്പിച്ചു, നല്ലൊരു ഉദ്യോഗത്തിൽ കയറി. എനിക്ക് എന്റെ അച്ഛനോടാണ് കടപ്പാട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഹീസ് നോ മോർ. അയ്യോ, ഫുട്ബോൾ കളിക്കാരൻ നെയ്മറിന്റെ മോനാണോ? ആര് പറഞ്ഞു? ആരല്ലേ പറഞ്ഞു ഹീസ് നെയ്മർ? ഹീസ് നോ മോർ. സുഹൃത്തേ, എടാ അല്പം, അതല്ല അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? തരാൻ പറ്റൂ. അത് കറക്റ്റ് ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കല്യാണം കഴിക്കാത്തതിന്റെ കാര്യം എന്താണ്? കല്യാണം എനിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു. എനിക്ക് പ്രേമം ഉണ്ടായിരുന്നു. ആരാണ് ഹതഭാഗ്യ? ഹതഭാഗ്യല്ലേ, ഭാഗ്യലക്ഷ്മി. ഓഹോ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചു. അത് വേണം, മാന്യത അതാണ്. വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കണം. അപ്പൊ അവൾ അച്ഛൻ പറയണം അവള് പഠിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പഠിച്ചു തീരട്ടെ, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. പിന്നെ ഇന്നൊരു എന്നെ അവിടെ കയറ്റിയിട്ടില്ല. ഞാൻ ചെന്നാ പട്ടി കഴിച്ചു. അതങ്ങനെ വരും, സ്വാഭാവികം അതാണ്. അതിനുശേഷം പ്രേമമൊക്കെ ഉപേക്ഷിച്ചു. ആര്? ഞാനാരാ മോൻ? പിന്നെ എനിക്ക് വേറൊരു പ്രേമം ഉണ്ടായിരുന്നു. നമ്മളെ കിളിമാനൂര് KSRTC ഡിപ്പോയിലെ രേവതി.
അവിടെ ജോലി ചെയ്യുന്ന ആളാണോ? ബസ്സിൽ കണ്ടക്ടറാണ്. ശരി ശരി. ഞാൻ എന്നും ആ ബസ്സിൽ കയറും. അത് ശരി. എന്നിട്ട് ഞാൻ 2 ടിക്കറ്റ് എടുക്കും. ഇതിന് 2 ടിക്കറ്റ്? ഒരെണ്ണം എനിക്കും ഒരെണ്ണം അവക്കും. കണ്ടക്ടറിനാ? ഞാൻ അന്നേ പറഞ്ഞത് നിന്റെ സകല ചെലവും ഞാൻ നോക്കി. അങ്ങനെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ആ പ്രേമെങ്കിലും പൂ തൊലഞ്ഞോ? ഇല്ല. എന്ത് ആ സംഭവം എന്ന് വെച്ചാലേ അവിടെ ഞാൻ പോയി പെണ്ണ് ചോദിച്ചു. അപ്പൊ പറയും എന്നെക്കാട്ടി 2 വയസ്സിന് മൂത്തതാന്ന്. എന്ന് വെച്ചാ എനിക്ക് 28, അവക്ക് 30. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും, 2 വർഷം വെയിറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് 30 ആവുമല്ലോ. കല്യാണം കഴിക്കാൻ. എടാ നിങ്ങൾ ഈ അത്യാവശ്യപ്പെട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്ന കാര്യം എന്താണ്? സാറേ, വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പ്രായമായിട്ടിരിക്കുകയല്ലേ, അവർക്കൊരു കുഞ്ഞിക്കാലെയൊക്കെ കാണാന്നുള്ള ആഗ്രഹം കാണത്തില്ല. അവർക്ക് അങ്ങനെയൊക്കെ കാണും. ഈ ചേട്ടനും മക്കളില്ല. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നല്ല ചികിത്സയൊക്കെ ഉണ്ട്. ചികിത്സ നടത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവും. കല്യാണം കഴിക്കാതെ ചികിത്സ നടത്തി കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഇയാളെ സ്പിരിറ്റ് നടത്തുന്ന വലിയ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിന്റെ പേരിൽ ഒരുപാട് കേസാവും. എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അല്ല, വേറെ എന്തെങ്കിലും ജോലി ജീവിച്ചൂടാ? ഞാൻ പാട്ടൊക്കെ പാടുന്നു സാറേ. പാട്ട് പാടുമോ? പാട്ട് പാടുന്ന ആളാണല്ലേ? ഒരു പാട്ട് കേൾക്കാം നമുക്ക്. ഒരു പാട്ട് കേൾക്കാം. ഞാൻ ഈ സ്പിരിറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഇത് വേറെ ലോറിയൊക്കെ പറഞ്ഞു വിടേണ്ടതുണ്ട്. അപ്പൊ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് പാട്ടൊന്നും കേൾക്കാം. ഇയാളുടെ പാട്ട്. ഞാൻ ഈ സ്പിരിറ്റ് കടത്തുമെങ്കിലും ഞാൻ ഈ മദ്യത്തിനൊക്കെ എതിരാണ് സാറേ. ഞാൻ അതിനെതിരായിട്ടുള്ള പാട്ടൊക്കെ പാടും. അങ്ങനെയുള്ളതാണ് വേണ്ടത്. നമ്മളല്ലാതെ പിന്നെ പ്രോത്സാഹിപ്പിക്കും. സാറല്ലേ സാർ, ആ വണ്ടി വിട്ട് കഴിഞ്ഞു സാർ. ഇല്ല സാർ, അത് ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത്. ഇല്ല സാർ, അതിനകത്ത് കുഴപ്പമില്ല സാർ. ഓൾ ക്ലിയർ. പാടി മദ്യപാനമാണടാ മനസ്സിൽ. ഇല്ല സാർ, അതിപ്പോ കയറിപ്പോയ വണ്ടിയല്ല സാർ. രണ്ടാമത് വരുന്ന വണ്ടിയാണ് സാർ. ഒരു ബ്ലാക്ക്. ഓക്കെ സാർ, ഓക്കെ ശരി സാർ. അല്ല, ഇതിന്റെ റിപ്പോർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പാടിയോ? മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം. ഇല്ല സാർ, ഡ്യൂട്ടിയിലുണ്ട് സാർ. സുഗുണം വന്നിട്ടില്ല. ഇല്ല സാർ, അറിയിക്കാം. അത് കാര്യം പറഞ്ഞല്ലോ സാർ, അത് ഫയൽ ചെയ്തിട്ടുണ്ട്. എല്ലാം റിപ്പോർട്ട് ചെയ്യാം സാർ. ഓക്കെ സാർ. താങ്ക് യു. പാട്. എന്റെ പാട്ടും കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞ് സ്റ്റുഡിയോ അടച്ചത് യൂട്യൂബിൽ വൈറലായി. എന്റെ പൈസക്കാണ് ഞാൻ. അമ്പളിക്കൂട്ടോ, ഈ സ്പിരിറ്റ് ഒക്കെ കടത്തുന്നതിന് പകരം വേറെ എന്തെങ്കിലും ജോലിക്ക് പൊക്കൂടെ? എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു ജോലി? ഞാൻ ഫയർഫോഴ്സിൽ. എന്നിട്ട് അത് കളഞ്ഞോ ജോലി? കളഞ്ഞല്ല, എന്നെ പറഞ്ഞു വിട്ടേണ്. ആ കാര്യം അതെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഈ ഫയർഫോഴ്സിന്റെ വണ്ടി ഒതുക്കിയിട്ട് ചായ കുടിച്ചോണ്ടിരുന്നു. അപ്പൊ എനിക്കൊരു കോള് വന്നു. ഒരു കോളനി തീ പിടിച്ചെന്നു. അയ്യോ, ഞാൻ ഒന്നും നോക്കില്ല, വണ്ടി എടുത്തോണ്ട് ചീറി പറഞ്ഞൊരു ഒറ്റ പോക്ക്. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ അടിക്കുന്നു, ആളി കത്തുന്നു. എരുതിയിൽ എണ്ണ ഒഴിച്ചോടാൻ ചോദിച്ചോണ്ട് ഇടിയും തുടങ്ങി. ആള് കത്തുന്നത് സംഭവം വണ്ടി ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. എങ്ങനെ? അവിടെ ചായ കുടിക്കാൻ ഒതുക്കിയിട്ടിരുന്ന ഒരു മറ്റേ പെട്രോളിന്റെ ടാങ്കർ ഇല്ലേ, അത് കൊടുത്തോണ്ടാ പോയത്. എന്നിട്ട് പിന്നെ സർക്കാർ മറ്റേ കോളനിക്കാർക്ക് വീടൊക്കെ വെച്ചു കൊടുത്തു. എനിക്ക് നിരോധനാജ്ഞയും. 2 ആൾ കൂടുന്നിടത്ത് മേലെ ഇറങ്ങി പോരുന്നു. അമ്മളിക്കോട്ടെ, ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യരുത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ വീട്ടുകാർക്ക് ഒരു ഭാരമാവും. നമ്മൾ വീട്ടുകാർക്ക് ഭാരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആഹാരം കുറയ്ക്കണം, യോഗയൊക്കെ ചെയ്യണം. ഞാൻ ഇയാളോട് എന്ത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ? ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബുക്കും പേപ്പറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ഉണ്ട്. അതെ സാറേ, ഇച്ചിരി ഉപ്പും മുളകും ഈ ഇതും കർപ്പൂരം എല്ലാം കിട്ടുമോ സാറേ? രസം ഉണ്ടാക്കാനാണ്? അല്ല, എനിക്ക് തലക്കൊഴിഞ്ഞിടാൻ. എന്തിന്? എന്നെ ആരാ കണ്ണു വെച്ചിട്ടുണ്ട്? എന്റെ പഴയ എന്റെ മണ്ടത്തരൊന്നും കേൾക്കുന്നില്ല. ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും കണ്ണു വെച്ചത്? എനിക്ക് സംശയമുണ്ട്. അതെ, നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. നല്ല കൂട്ടുകാർ വേണം. ഒരാളുണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ വെച്ച്, ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ അവൻ ലാസ്റ്റ് എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തന്നു. എന്തോന്ന്? മരിച്ചാലും നിന്നെ മറക്കൂലെന്ന്. കഴിഞ്ഞ ആഴ്ച അവനെ കണ്ടായിരുന്നു. 1 മണിക്കൂർ എടുത്ത പട്ടിക്ക് ഞാൻ ആരെന്ന് പറഞ്ഞു മനസ്സിലായി. അതെ, നമ്മളിവിടെ ഇതിനകത്ത് സ്പിരിറ്റ് ആണ്. അത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നിയമത്തിനെതിരാണ്. അപ്പൊ അതുകൊണ്ട് കേസാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്തെങ്കിലും റിപ്പോർട്ട് വരട്ടെ, എന്നാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ആരാണ് നിങ്ങൾ തന്നുവിട്ടത്? ഇത് എനിക്ക് തന്നുവിട്ടത് മറ്റേ കൗണ്ടർ. ഏത് കൗണ്ടർ? കൗണ്ടർ മറ്റേ കൗണ്ടറും കൂടെ എക്സ്ട്രാ ചോദിക്കാത്തത് അതല്ലെന്ന്. തന്നത് പൈസ കൊടുത്ത് മേടിക്കുക. ഈ പുള്ളി ഒരു സെക്കൻഡ്, ഞാൻ ഇയാളെ വേറെ എവിടെ കണ്ടിട്ടുണ്ട്. തിരുവല്ല ഷാപ്പിൽ വെച്ചിട്ടാണോ? ഇത് തമിഴ്നാട്ടിലെ കൗണ്ടർ. എന്തോ കടത്തിയത് ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നല്ല പരിചയം തോന്നുന്നു, നല്ല മുഖപരിചയം. പക്ഷെ ഈ തൊപ്പി അന്നില്ലായിരുന്നു തോന്നുന്നു. ഒരു സെക്കൻഡേ. പക്ഷെ ഡ്രസ് ഇത് അല്ല. ഞാൻ കാണുന്ന സമയത്ത് ഡ്രസ് ഏകദേശം രൂപം വരുന്നുണ്ട്. എനിക്ക് മീശ. ഇത് എവിടെ? ഇയാളാണോ സ്പിരിറ്റ് എന്നിട്ടത്? എനിക്ക് ഇപ്പോഴും സംശയം. ഇയാളെ പൊട്ടാ പറ്റിച്ചില്ല. താങ്കൾ രക്ഷപ്പെടുത്തിയേ ഉള്ളൂ. താങ്കൾക്ക് വീട്ടിൽ പോവാം. അതിനകത്തുള്ള സ്പിരിറ്റ് അല്ല, കീടനാശിനി. എന്റെ പൈസ
പൈസ തരാനിക്കാ. നീ സ്പിരിറ്റ് തരാന്ന് പറഞ്ഞിട്ട് കീടനാശിനി എന്ന് വിട്ടാടാ. സാർ കുട്ടിയാകിൽ എന്തിനാണ് കീടനാശിനി സ്പിരിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തേച്ചത്? സാറേ ഞാൻ അവനെ സഹായിക്കല്ലേ സാറേ ചെയ്തത്. എന്തോ സഹായം? ഇതിലിപ്പോ സ്പിരിറ്റ് ആയിരുന്നു, നിങ്ങൾ അവനെ പിടിച്ച് അകത്ത് അവൻ ജയിലിലിടൂല, അവസാനം ജയിലിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങൂല. ഇതിപ്പോ കീടനാശിനി ആയതുകൊണ്ട് എന്ത് കർഷകന്മാർക്ക് ഗുണം ചെയ്യും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ കീടവും കൂടെ ചാവുമല്ല. നിനക്ക് മതിയായല്ലോ. എന്റെ ജീവിതം തൊലയ്ക്ക് ഒരു കാര്യം തീരുമാനിച്ചടാ. എന്റെ ലോറിയുടെ പേര് ഞാൻ മാറ്റാൻ പോവാ. എന്താന്ന്? നിന്റെ പേര്? എന്റെ പേരെന്തോന്ന്? ചെകുത്താൻ. നിന്റെ പേരാ? ഞാൻ സ്ഫടികം. ഈ സ്പടികമല്ല, തുണി നനയ്ക്കാൻ പോലും കൊള്ളാത്ത അലക്കുകല്ല്. അതെ മതിയായല്ല. ഇല്ല, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇതെന്ന്?